ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വില്ലേജ് ജീനിയസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. അതായത് നമ്മളിങ്ങനെ ഈ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ തറക്കൂടെ പിരിപിരി ഓടി കളിക്കുന്ന ഒരു കുഞ്ഞി ഒരു വൈബ്രേറ്റിംഗ് ബ്രഷാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. സാധനം കാണിച്ചിട്ട് സാധനം എന്തെങ്കിലും ഉണ്ട്. ഇതാണ് സാധനം. അപ്പോൾ ഓക്കെ, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് കൂടി എന്നെ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ടൈം കളയണ്ട, നേരെ മേക്കിംഗ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ ഒരു കുഞ്ഞ് കളിപ്പാട്ട് ഉണ്ടാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ഇതിങ്ങനെ ഒരു ചീപ്പാണ്. ഇതൊരു സാധാരണ ചീപ്പല്ല, ഇതൊരു കമ്പി നാരുകൾ കൊണ്ടുള്ളതാണ്. അത് മെയിനായിട്ട് വണ്ടിയിലെ പെയിന്റ് കളയാനും തുരുമ്പ് കളയാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സൈസ് ഇതാണ്. ബേസിക്കലി അതിനൊക്കെ യൂസ് ചെയ്യുന്നൊരു ബ്രഷാണ്. ഓക്കെ, അപ്പോൾ നല്ല സർഫസ് ടെൻഷൻ കുറവാണ് ഇതിന്. വേറൊന്നുമല്ല, നല്ല സ്മൂത്ത് എടുത്ത് ഇങ്ങനെ പാഞ്ഞു കളിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ബ്രഷുകൾ വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ. പിന്നെ വേണ്ടത് നമുക്ക് നമ്മുടെ ഒരു DC മോട്ടറാണ്. ഇതൊരു വൈബ്രേറ്റിംഗ് DC മോട്ടറാണ്. നമുക്കിത് പല ടോയ്സിൽ നിന്ന് കിട്ടും. നമ്മളിപ്പം മസാജ് ചെയ്യുന്ന വാച്ച്, പിന്നെ ചീപ്പ് അതിനുള്ളിൽ നിന്നൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്കൊരു സാധാരണ ഒരു മോട്ടർ DC ഇതുപോലൊരു വൈബ്രേറ്റർ മോട്ടറാക്കി എടുക്കുക. ഒന്നുമില്ല, എന്താ പറയുക, ഒരു വശത്ത് മാത്രം ഭാരം കൂടുതൽ കൊടുത്ത് ഒട്ടിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കുഞ്ഞി വൈബ്രേറ്റർ മോട്ടർ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു മോട്ടർ ഇവിടെ ഈ ഒരു അറ്റത്തായിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇങ്ങനെ കയറ്റി ഒട്ടിക്കരുത്, ഇത് കറങ്ങത്തില്ല. ഇതിങ്ങനെ മുമ്പിലോട്ട് വെച്ച് നമുക്കിത് ഈ ഒരു മോഡലുണ്ടല്ലോ, ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ വേണ്ടത് നമുക്ക് 2 ബാറ്ററിയാണ്. ഞാനിവിടെ 2 ബാറ്ററി എടുത്തിട്ടുണ്ട്. ലാപ്ടോപ്പ് ബാറ്ററിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇതും നമുക്ക് നല്ല വൃത്തിക്ക് ഒട്ടിച്ച് കൊടുക്കണം. ഇവിടെ ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മാത്രം പോരാ, നമുക്ക് ഇത് വയറിങ് ചെയ്യണം. വയറിങ് ഞാൻ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. പിന്നെ വേണ്ടതാ ഇതൊരു കുഞ്ഞി സ്വിച്ചാണ്. എൻ്റെ ഒരു കുഞ്ഞി സ്വിച്ച് ഉണ്ട്. നമുക്ക് ഈ കുഞ്ഞി സ്വിച്ച് ഇവിടെ വെച്ച് കൊടുക്കാം. അപ്പം ബാറ്ററി ഇവിടെയും വരും, ഒരു കുഞ്ഞി സ്വിച്ചും വരും. അപ്പം എന്ത് ചെയ്യാം, നമുക്കിതിനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അച്ഛന്മാരെ, ഞാൻ അങ്ങനെ ഒട്ടിച്ച് എടുത്തിരിക്കുകയാണ്. ഓക്കെ കേട്ടോ. അപ്പോൾ ബാറ്ററി ഒട്ടിച്ചിട്ടുണ്ട്, സ്വിച്ച് ഒട്ടിച്ചിട്ടുണ്ട്, DC മോട്ടറും ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സോൾഡർ ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു കുഞ്ഞ് വയർ എടുത്തിട്ട് ഈ ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ഈ ബാറ്ററിയുടെ പോസിറ്റീവ് വശവും നെഗറ്റീവ് വശവും തമ്മിൽ അടിയിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാൻ പോവാണ്. നമ്മളിങ്ങനെയാണ് ബാറ്ററികൾ യോജിപ്പിക്കേണ്ടത് കേട്ടോ. എന്നാലും നമുക്ക് ബാറ്ററികൾ മുകളിൽ ഇങ്ങനെ വെച്ച് ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അതായത് വേറെ ഒന്നുമല്ല, ബാറ്ററിയുടെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനാണ്. പൊതുവെ ഈ ഒരു ബാറ്ററിക്ക് 3 വോൾട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ മോട്ടർ നന്നായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും ബാറ്ററി കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കണമെങ്കിൽ 9 വോൾട്ടിൻ്റെ ബാറ്ററി ഉപയോഗിച്ചാൽ മതി. ഹൈ പവർ ബാറ്ററി ഒരെണ്ണം മേടിച്ച് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ നമ്മൾ അടിഭാഗം ജോയിന്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ആ ഒരു ഭാഗം സോൾഡർ ചെയ്തു. ഇനി ചെയ്യേണ്ടത് നമ്മുടെ ബാറ്ററിയുടെ നെഗറ്റീവ് പോള് ഇതാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു ബാറ്ററിയുടെ 2 ബോൾ ഭാഗമായി മാറിയിരിക്കുകയാണ്. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ഇനി ചെയ്യേണ്ട പരിപാടി, നമ്മുടെ ബാറ്ററിയുടെ നെഗറ്റീവ് ഭാഗത്ത് നിന്ന് സ്വിച്ചിന്റെ ഈ ഒരു വശത്തേക്ക് നമുക്ക് കറണ്ട് കൊടുക്കണം. സ്വിച്ചിലേക്ക് നമുക്കൊരു നെഗറ്റീവ് വയർ സോൾഡർ ചെയ്ത് കൊടുക്കാം. ബാറ്ററിയുടെ നെഗറ്റീവ് വശം നെഗറ്റീവ് വശം സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത്, നമുക്ക് ഈ സ്വിച്ചിൽ നിന്ന് നമ്മുടെ DC മോട്ടറിന്റെ ഒരു ലെഗിലേക്ക് ഒരു വയർ സോൾഡർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ അല്പം സോൾഡറിങ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്വിച്ചിലേക്കും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, സ്വിച്ചിലേക്ക് ഓൾറെഡി ഉണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു വയർ എടുത്തിട്ട് നമ്മുടെ മോട്ടറിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് സോൾഡർ ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മുടെ സ്വിച്ചിന്റെ ഒരു വശത്തു നിന്നുള്ള വയർ കൊടുക്കുക. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു വശത്തെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ള നമുക്കൊരൊറ്റ കണക്ഷനാണ് ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡ്. ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മോട്ടറിലേക്ക് കൊടുക്കുകയാണ്. കാരണം നമുക്കിവിടെ ഒരു സ്വിച്ച് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചല്ലോ. അപ്പോൾ ചെയ്യേണ്ടത് ഇതാണ് നമ്മുടെ പോസിറ്റീവ് വയർ. അത് നമ്മുടെ മോട്ടറിൻ്റെ ഒരു സൈഡിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കുക. ഇത് സോൾഡർ ആയിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് നമുക്കിതിങ്ങനെ ബാറ്ററിയിൽ ഈ ഒരു വയറും സോൾഡർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സോൾഡർ മെഷീനൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 9 വോൾട്ടിൻ്റെ ബാറ്ററി അതിൻ്റെ കണക്ടർ മേടിച്ചാൽ മാത്രം മതി, ആ വർക്ക് കംപ്ലീറ്റ് ആവും. ഞാൻ ഈ വയറ് നടിയിലോട്ട് കയറ്റി വെച്ച് കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ ഷോർട്ട് ആവുമൊന്നുമില്ല, ജസ്റ്റ് അവിടെ നിന്ന് ഹോൾഡ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് ഇൻസുലേറ്റഡ് ആയ വയറാണല്ലോ. ഓക്കെ, അങ്ങനെ നമ്മുടെ
മുഴുവൻ വയറിങ്ങും കംപ്ലീറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെതാ നമ്മള് നമ്മുടെ ആ ഒരു ചെറിയ ഈ ഒരു DIY വൈബ്രേറ്റിംഗ് ടോയ് റെഡി ആയി വെച്ചിരിക്കുകയാണ്. ഇനി ചേട്ടൻ പരിപാടി എന്താ പറയുക, നമുക്കിത് ഇങ്ങനെ ഒന്ന് ഓണാക്കി കൊടുക്കാന്നുള്ളൊരു പരിപാടിയാണ്. ഓണാക്കി കഴിഞ്ഞാൽ സാധനം കിടന്ന് ഇങ്ങനെ കറങ്ങാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ ഇതിപ്പോ ഒരു ഇച്ചിരി ഒരു കട്ടിയുള്ള മാറ്റ കൊണ്ടാണ് ഇത് ടൈലിലൊക്കെയാണ് നന്നായിട്ട് പരപരാന്ന് ഇങ്ങനെ ഓടി ഓടി കളിക്കുന്നതാണ് ഗൈസ്. അത് മാത്രമല്ല, നമ്മൾ ഈ മോട്ടറിന്റെ പോളാരിറ്റി മാറ്റി കൊടുത്താൽ ഈ കറങ്ങുന്ന ദിശയിലും മാറ്റം വരും. അപ്പൊ അത് മാത്രമല്ല, ഇത് കയ്യെ പിടിച്ചു കഴിഞ്ഞാൽ കയ്യിൽ നല്ലൊരു വൈബ്രേഷൻ ആണ്. ഓക്കെ, നമ്മുടെ തറയും കൊണ്ട് ഇതിങ്ങനെ അങ്ങ് പോണ കാണാം നോക്കി. അപ്പൊ കയ്യിലൊന്നും വെക്കരുത്, ഇതിപ്പോ ഇരുമ്പിന്റെ ഒരു ബ്രഷ് ആയതുകൊണ്ടാണ്. നോർമൽ കയ്യിലൊക്കെ നല്ല സുഖമാണ്, നമുക്ക് മുടിയൊക്കെ ചെയ്യാൻ നല്ലൊരു മസാജിങ് എഫക്റ്റ് ഒക്കെ കിട്ടും. പിന്നെ സ്ത്രീകളൊക്കെ ആണെങ്കിൽ മുടി ഈ ഒരു മോട്ടറിന്റെ അറ്റത്ത് കുടുങ്ങാതെ ശ്രദ്ധിക്കുക. ഓക്കെ കേട്ടോ. അപ്പൊ വെച്ചവരെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? കിട്ടിക്കിട്ടുണ്ടായിരുന്നില്ല, നല്ല സൂപ്പർ സാധനമാണ്. ഓക്കെ, വണ്ടി ഓക്കെ. അപ്പൊ സംഭവം അടിപൊളിയായിരുന്നു. കാരണം ഓണാക്കി കഴിഞ്ഞാൽ നമ്മുടെ തറ കൂടി ഇങ്ങനെ പരപരാന്ന് അങ്ങനെ പോവാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ വീട്ടിൽ നമ്മുടെ കുട്ടികളും നിങ്ങളുടെ അനുജന്മാരും അനിയത്തിമാരൊക്കെ നിങ്ങളൊന്ന് ചെയ്തു കൊടുക്കുക. അവരും ക്രിയേറ്റീവായിട്ടൊക്കെ ചിന്തിക്കട്ടെ. അപ്പം വളരെ സിമ്പിളാണ്, നിങ്ങൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. തുടർന്നും വില്ലേജ് ജീനിയസ് യൂട്യൂബ് ചാനൽ എന്നുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഇതുപോലെ നല്ല കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ വില്ലേജ് ജീനിയസ് സൈനിങ് ഔട്ട്.